We've got maybe 150,000 fish over across the water there. We bring them in at between 50 and 100 grams, and they grow for about 2 years before they reach the size that you can see in this pit, which is perhaps between 4 and 6 kgs. So they grow quite well here. Okay. The thing that makes this place so good is that we're right next to the mountains. So the rain falls on the mountains as snow, and when it melts, that water is nice and cool, and salmon like cold water. Oh. So it's cold and it's clean. All right. Yeah. This is what makes the salmon taste so good here. ക്രൈസ്റ്റ് ചർച്ചിൽ നിന്ന് ക്യൂൻസ്റ്റൗണിലേക്ക് പോകുന്ന വഴിക്ക് ട്വിസൽ എന്ന് പറയുന്ന സ്ഥലത്തിനടുത്തായിട്ടാണ് ഈ സാമൺ വളർത്തുന്ന സെൻറ്റേഴ്സ് ഉള്ളത്. നമ്മൾ ഈ കയറിയ ഷോപ്പ് ആൻഡ് കഫേ അവിടെ ഉള്ളതിൽ വെച്ച് ഏറ്റവും ചെറുതാണെന്നാണ് അതിൻ്റെ ഓണർ പറഞ്ഞത്. ഏകദേശം $40 സാൽമൺ ക്യാച്ചിങ്ങിൻ്റെ മാത്രം ഫീസ്. അതുകൂടാതെ നമ്മൾ പിടിക്കുന്ന മീനിൻ്റെ തൂക്കത്തിനനുസരിച്ചുള്ള പൈസ നമ്മൾ വേറെയും പേ ചെയ്യണം. എന്താണേലും ഞങ്ങൾ ആദ്യമായിട്ടായിരുന്നു അങ്ങനൊരു സംഭവം കാണുന്നത്. കാരണം നാട്ടിൽ ഇതുപോലെ ഫിഷ് ഫാംസ് ഒരുപാടുണ്ടെങ്കിലും ഇങ്ങനെ ഫിഷ് ക്യാച്ചിങ്ങിനൊരു ഫീ നമ്മൾ ആദ്യമായിട്ടായിരുന്നു കാണുന്നത്. എന്തായാലും അത് കൊള്ളാം. നാട്ടിലും പരീക്ഷിക്കാൻ പറ്റിയൊരു സംഭവം തന്നെയാണ് ടൂറിസ്റ്റുകളുടെ അടുത്ത്. ഇനി നമ്മൾ ക്യാച്ച് ചെയ്തില്ലെങ്കിലും അവിടെ ഓൾറെഡി ഫ്രഷ് സാമൺ കൊണ്ടുള്ള വേറെ ഒരുപാട് ഫുഡ്സ് അവൈലബിൾ ആയിരുന്നേ. അങ്ങനെ നമ്മൾ മേടിച്ചു സുഷിയും പിന്നെ സ്മോക്ഡ് സാമൺ കൊണ്ടുള്ള ഒരു കബാബ് പോലത്തെ ഒരു സാധനവും. എന്താണെങ്കിലും നല്ല ടേസ്റ്റി ഫുഡായിരുന്നു. അങ്ങനെ ഞാനും പഠിച്ചു ചോപ്പ് സ്റ്റിക്ക് കൊണ്ട് സുഷി ഞൂണ്ടിയെടുക്കാൻ. കൊള്ളാം, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മുടെ അപ്പുറത്തിരുന്നവരൊക്കെ നല്ല ഫ്രഷ് പച്ച സാമൺ ആ സോസിനകത്ത് മുക്കി തിന്നുന്നുണ്ടായിരുന്നു. നമ്മളെ കൊണ്ട് ഇതുവരെ അത് പറ്റിയിട്ടില്ല കേട്ടോ.